എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അങ്ങനെ ഈ വർഷത്തെ ന്യൂ ഇയർ പലരും പല രീതിയിലായിരിക്കും അല്ലേ സെലിബ്രേറ്റ് ചെയ്യുക. ചിലവർ ക്രാക്കേഴ്സൊക്കെ വെച്ചിട്ട്, ചിലവർ ബീച്ച് പാർട്ടി, അങ്ങനെ പല രീതിയിലായിരിക്കും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് സെലിബ്രേറ്റ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ തലേദിവസം രാത്രി കിടക്കുന്നതിന് മുമ്പേ ഒരു ചെറിയൊരു ബാംബു ബാസ്ക്കറ്റിൽ മഞ്ഞൾ, കുങ്കുമം, സ്വർണ്ണവള, പൈസ, ഒരു മഞ്ഞ കഷ്ണം തുണി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ കണി കാണാമെന്നുള്ള രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. കണി കാണുമെന്ന് പറഞ്ഞാൽ വിഷുവിനുള്ളത് പോലെയൊന്നുമല്ല, വെറുതെ ബെഡ്റൂമിൽ തന്നെ വെക്കുന്ന രീതിയിൽ ചെറിയൊരു കൺസെപ്റ്റിൽ വെച്ചിരുന്നു. പിന്നെ നമ്മൾ കുടിക്കുന്ന വെള്ളം എപ്പോഴും വെക്കുമല്ലോ, അപ്പോൾ ഒരു പോട്ടിൽ അതും ഇതിൻ്റെ കൂടെ തന്നെ വെച്ചിരുന്നു. അപ്പോൾ ഇത് രാവിലെ നമ്മൾ എണീറ്റു കണി കണ്ടു, അതിനുശേഷം കുളിച്ച് റെഡിയായി അടുത്തുള്ള ക്ഷേത്രത്തിൽ പോകുകയും. അപ്പോൾ ഈ മാസം എന്ന് പറയുന്നത് പൊതുവെ കൃഷ്ണൻ്റെ ഈ സാന്നിധ്യം കൂടുതലുള്ള ഒരു മാസമാണ് ഈ ഒരു മാസം, ഈ ഡിസംബർ മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഒരു ജനുവരി 15-ാം തീയതി വരെ ആ ഒരു മാസമാണ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ നമ്മൾ ഈ ന്യൂ ഇയർ വരുന്നത് വ്യാഴാഴ്ചയാണ്, രോഹിണി നക്ഷത്രവുമാണ്. സോ എന്തുകൊണ്ടും കൃഷ്ണന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരുന്ന പോലെ എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യം കൃഷ്ണനും ലക്ഷ്മിയും ഒക്കെ ഉള്ള ഒരു അമ്പലത്തിൽ തന്നെ പോകാനും സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ഈ കൃഷ്ണൻ്റെ ഫസ്റ്റ് അവതാരം, 10 അവതാരത്തിൽ ഏറ്റവും ആദ്യം എന്ന് പറയുന്നത് മത്സ്യമാണല്ലോ. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ മീനുകൾക്ക് എന്തെങ്കിലും ഫുഡ് കൊടുക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നി. അതായത് ലൈക്ക് ഇപ്പോൾ ചിലവർ വീട്ടിൽ തന്നെ അക്വേറിയം ഒക്കെ വളർത്തും, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്തുള്ള കായലിലൊക്കെ ചിലപ്പോൾ ചില അടുത്തൊക്കെ ഫിഷൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഫിഷിനൊക്കെ ഫുഡ് കൊടുക്കാൻ പറ്റുന്നവർക്ക് ഇന്ന് കൊടുക്കുക കേട്ടോ. കാരണം ഞാനിപ്പോൾ എങ്ങനെ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്ഷേത്രത്തിൽ തന്നെ ഒരു വഴിപാടെന്നുള്ള രീതിയിൽ തന്നെ ചെയ്യാം. മീനൂട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് ക്ഷേത്രത്തിൽ ഫിഷിന് ഫുഡ് കൊടുക്കുന്ന രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയാണ് ഈ ന്യൂ ഇയറൊക്കെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്.